ഗൗരികൃഷ്ണയുടെ ഒരു ഫോട്ടോയോ ഗൗരികൃഷ്ണൻ എന്നൊരു പേരോ വന്നാൽ അവിടെ എല്ലാം വരുന്നത് കല്യാണം വേർപിരിഞ്ഞു, ഡിവോഴ്സായി. ഇത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എങ്ങനെ വേർപിരിയുന്നേ? എനിക്കത് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്കൊരു ഒരു മനസ്സുഖത്തിനപ്പുറം അവരുടെ ഒരു ലൈവ്ലിഹുഡായിട്ട് ഞാനത് കാണുന്നു. ഓക്കെ. ഇത് ടാർഗറ്റ് ചെയ്യുവാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം എല്ലാവർക്കും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് കാരണം ഗൗരി ഇട്ട പോസ്റ്റിന്റെ താഴെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും അനുഭവം വന്നിട്ടുണ്ടെന്ന് അയച്ചിട്ടുണ്ട്. ശരിക്കും ആ സമയത്തൊക്കെ ഒരു സങ്കടമൊന്നും തോന്നിയിട്ടില്ല? ഇല്ല, എനിക്ക് അങ്ങനെ സങ്കടം തോന്നുന്നില്ല. ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും, അല്ലാതെ ഒരിക്കലും. ഇപ്പൊ കല്യാണത്തിന്റെ സമയത്തൊക്കെ ഞാൻ ഒരുപാട് കോൺട്രവേഴ്സീസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എയറിലായിരുന്നു കുറെ നാള്. ഒരുപാട് ഒരുപാട് നമ്മളെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള പബ്ലിക് അറ്റാക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അതെന്തായിരുന്നു കാരണം? അത് പറഞ്ഞ കൂടുതൽ ഞങ്ങളത് നോ ഗോൾഡ് വെഡിങ് ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. പിന്നെ എന്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഞാനെന്തോ ലൈക്ക് നമ്മൾ മീഡിയാസ് ഇങ്ങനെ വരും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കല്യാണത്തിന് ഞാൻ അന്ന് പൗർണമി തിങ്കൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ വെഡിങ്ങിന് ഇത്രയും ഒരു മീഡിയ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ ഒരു ഫാമിലിയിലെ ഒരു ഗേളാണ്. അപ്പൊ നമ്മളുടെ വെഡിങ് എപ്പോഴും നമ്മൾ മീഡിയ ഇവരെന്നൊന്നും ചിന്തയെ എനിക്ക് പോയില്ല. നമ്മളൊരു സാധാരണ നമ്മുടെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൊരു കല്യാണം വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം മുന്നിൽ നിന്ന് നടത്തുന്നത് നമ്മൾ തന്നെയാണ്. എനിക്ക് എല്ലാ ഭാരങ്ങളും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തലയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എല്ലാം നമ്മൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് തലേ ദിവസം മെഹന്തി ആ ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ പോയി ബാക്കിയുള്ളവർക്ക് റൂംസ് അറേഞ്ച് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ് ഞാനും എൻ്റെ ചേച്ചിയും. അപ്പൊ അത്രയും ഇതില് നിന്ന് കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് ഈ മീഡിയാസ് ഇങ്ങനെ വന്ന് ഞങ്ങൾ 2 പേരും മണ്ഡപത്തിൽ ഇരിക്കുന്നു, ഇങ്ങനെ ഫുൾ കവേർഡ് ആയിപ്പോയി. അതായത് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആർക്കും ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പം എന്നെയൊക്കെ ഇപ്പം നമ്മളെപ്പോലെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ പോകുമ്പം ആ കല്യാണത്തിന് അവരെ കല്യാണം കണ്ടില്ല, അത് നമുക്കൊരു വിഷയമല്ല. പക്ഷെ പണ്ടുള്ള കുറച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കല്യാണം കാണണം, താലി കെട്ടുന്നത് കാണണം. അപ്പൊ അവിടെ ഭയങ്കര സംസാരങ്ങൾ എനിക്ക് തന്നെ കേൾക്കാൻ പറ്റും. ഇപ്പൊ കല്യാണത്തിന് ഇരിക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും അങ്ങനെയാ കൊച്ചിലെ മുതൽ. എനിക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ഒരു ബോധമുണ്ട് എനിക്ക്. അങ്ങനെ ഒരു ഫാന്റസി വേൾഡിൽ ഇരിക്കുന്ന ഒരാളല്ല. അപ്പൊ കല്യാണത്തിന്റെ സമയത്ത് ഈ കുട്ടി ഇതാണോ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നു. അതായത് ഞാൻ ആ മീഡിയക്കാരോട് പറഞ്ഞു, അവിടെ ഇരുന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ആ മണ്ഡപത്തിൽ ഇരുന്നൊന്ന് പറഞ്ഞ് സംസാരിച്ചു പോയി. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളൊന്ന് സൈഡിലോട്ട് നിൽക്കുമോ, അപ്പോൾ വന്നവർക്ക് കൂടി കാണാമല്ലോ എന്ന്. നോർമലി നമ്മളൊരു കാര്യം ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഭയങ്കര കോൺട്രവേഴ്സി ആയി. അതായത് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ മണ്ഡപത്തിൽ ഇരുന്ന് ആ പെൺകുട്ടി സംസാരിച്ചു, അവളുടെ ശബ്ദം പുറത്തു വന്നു. കുട്ടിക്ക് കാരണവന്മാരൊന്നുമില്ല ഇത് പറയാൻ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്ന ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നമുക്ക് മുന്നിലിരിക്കുന്നവരെ കാണാൻ പറ്റത്തില്ല, അവർക്ക് നമ്മളെയും കാണാൻ പറ്റത്തില്ല. അപ്പൊ മാറി നിൽക്കുക എന്ന് പറയുന്ന തെറ്റ് ഇവിടെ മണ്ഡപത്തിൽ ഇരുന്ന് പറഞ്ഞതാണോ തെറ്റായത്? അതെനിക്ക് ഇപ്പോഴും അറിയത്തില്ല അവർക്ക് എന്താണ് പ്രശ്നം എന്ന്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ സംസാരിച്ചു, അതായത് പിന്നെ കുറെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള സംസാരം എനിക്ക് കൂടുതലും എനിക്ക് സർപ്രൈസിങ് ആയിരുന്നു. വിഷമം ഞാൻ ഇപ്പോഴും മനസ്സിലായിരുന്നു. ടേക്ക് ഇറ്റ് ഇൻ ടു മൈ ഹാർട്ട്. പക്ഷേ എന്താണ്, ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്നില്ലേ? കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കുട്ടി ഇതൊക്കെ ശ്രദ്ധിച്ചോ? അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്ന നമ്മളെ ഫാന്റസി വേൾഡിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ 2 പേരും അങ്ങനെ ടീനേജ് ഇതോ അല്ല. ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. സോ നമ്മൾ 2 പേരും റെസ്പോൺസിബിലിറ്റി അങ്ങ് എത്തിയ ആൾക്കാരാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ ഐ എം ഗെറ്റിംഗ് മാരീഡ് എന്ന് പറഞ്ഞൊരു ഫാന്റസി വേൾഡിൽ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് കണ്ട്. അത് പിന്നെ എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് അവരങ്ങനെ മീഡിയ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞ ഒരു സാധാരണ കുടുംബമാണ് ഞങ്ങളുടെ. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയും അത് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ മീഡിയ വരുന്നു, അവരെ മാറ്റണം, അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ അത് ഐ എം ദ ഓൺലി പേഴ്സൺ ഹൂസ് ഫ്രം ദ മീഡിയ. അപ്പൊ എനിക്കല്ലേ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ആളുകളോട് ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നുമില്ല. എനിക്ക് സഹതാപമാണ് ഒരു പരിധി വരെ. കാരണം ഇപ്പോഴും അവരെവിടെ നിൽക്കുവാന്ന്, ദിസ് ഇസ് 2025, അവരെവിടെ നിൽക്കുകയാണ്, ഇനി അവരെങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ. ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് ആളുകളുടെ ചിന്താഗതിക്ക് ഒരു വലിയ മാറ്റമില്ലല്ലേ? ഇല്ല. പുതിയ കുട്ടികൾ ഒരുപാട് മാറ്റമുണ്ട്, അതെനിക്ക് ഭയങ്കര ഹാപ്പി. പക്ഷെ എന്നാലും അത് തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരോട്, കാരണം സ്ത്രീകൾക്ക് സംസാരിക്കാനോ ചിന്തിക്കാനോ കഴിവുണ്ടെങ്കിൽ അവർ അഹങ്കാരിയായി മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥ. അതൊരു സ്ത്രീക്ക് വേണ്ടി
തിരിഞ്ഞു നിന്നതും സംസാരിച്ചതും എല്ലാം സ്ത്രീകൾ തന്നെ ആയിരുന്നു. ആണ് കൂടുതലും. ഒരു നമ്മളിപ്പോൾ 100% നമുക്ക് 10% എടുത്താൽ 90% സ്ത്രീകളാണ്.